ഉദ്ഘാടന ഭാഷണത്തിനിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അനേകം ആളുകൾ അവരുടെ വ്യക്തിപരമായ ജീവിത സൗഭാഗ്യത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് കരുതി ജീവിക്കുന്നതിന് പകരം വ്യക്തിപരമായ ജീവിത നിവൃത്തി വരുത്തുന്നതിനോടൊപ്പം ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ഉദ്ധാരണത്തിന് ഞാനായിട്ടെന്ത് ചെയ്യണം എന്ന കാഴ്ചപ്പാടോടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട അനേകം ആളുകൾ ഇന്ന് നമ്മോടൊപ്പമില്ല, ദൗർഭാഗ്യവശാൽ. അവർക്ക് ജീവൻ അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടത് സമൂഹത്തിന് വിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ല. സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉള്ളതായി നമുക്കറിയില്ല. പക്ഷെ അവർക്ക് ജീവിതവും ജീവനുമൊക്കെ നഷ്ടപ്പെടുകയില്ല. അതിന്റെ പേരിലുള്ള വാദകോലാഹലങ്ങൾ, ആക്രോശങ്ങൾ അത് മറ്റൊരു തലത്തിൽ നടക്കും. പക്ഷെ ആത്യന്തികമായി നമ്മെ നയിക്കേണ്ട വികാരം, എന്റെ ആദർശം എന്റെ നെഞ്ചിലേക്ക് പകർന്നു തന്ന എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചത് ഇലയും നടരും നേരം വിടരും മറ്റും അതിനെ പിന്തുടരാൻ എന്നാണ്. അതിനാൽ വൻമരം എന്നും വളരും, തളരും പാന്തന് തണലേകാൻ. യാത്രക്കാരന് വഴിയാത്രക്കാരന് തണലേകാൻ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വൃക്ഷങ്ങളിൽ വളർന്നു വന്ന ഇലകൾ പലപ്പോഴായി അടർന്നു പോയിട്ടുണ്ട്. അത് സ്വയമേവ അടർന്നിട്ടുണ്ട്, അല്ലാതെയും പോയിട്ടുണ്ട്. അങ്ങനെ പോയ ആളുകൾക്ക് പകരം പുതിയ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വൻമരം വളർന്നുകൊണ്ടേയിരിക്കും. ആ വളർച്ചയാണ് സമൂഹത്തിന്റെ വളർച്ച. അങ്ങനെയുള്ള സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന കർമ്മ പദ്ധതികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഓരോ തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഓരോ തലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുമ്പോൾ ആ തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉൾക്കാഴ്ച ലഭിക്കും. അങ്ങനെയുള്ള ഉൾക്കാഴ്ച ലഭിച്ച ഒരാളാണ് നമ്മുടെ നാടിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി എന്ന അധികാര പദത്തിലിരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത്, ഞാൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എന്നോടൊപ്പമുള്ള ആളുകൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് സബ്കാ വികാസ്, എല്ലാവരുടെയും വികസനം, സബ്കാ സാത്ത്, എല്ലാവരോടും ഒപ്പം. പിന്നീട് അദ്ദേഹം അതിന് ചില അനുബന്ധങ്ങൾ കൂട്ടിച്ചേർന്നു. സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, എല്ലാവരോടും ഒപ്പം ചേർന്ന് എല്ലാവരുടെയും വികസനം സാധ്യമാക്കി, എല്ലാവരുടെയും വിശ്വാസം ആർജിച്ച് അതിനെ വളർത്തിയെടുത്ത് എല്ലാവരും ചേർന്ന് പരിശ്രമിച്ച് വികസിത ഭാരതം എന്ന തരത്തിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടുവരിക. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ആദർശപരമായ ഉൾക്കാഴ്ചയിൽ നിന്നുണ്ടായ വാക്കുകളാണ്. എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വികസനം സാധ്യമാക്കി, എല്ലാവരുടെയും വിശ്വാസം ആർജിച്ച് എല്ലാവരുടെയും പരിശ്രമം ചേർത്ത് വെച്ചുകൊണ്ടുള്ള വികസിതമായ ഭാരതം. ആ വികസിത ഭാരതത്തിന്റെ സാക്ഷാത്കാരമാണ് ദശാബ്ദങ്ങളായിട്ട് ഈ മണ്ണിൽ പ്രവർത്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. പരം വൈഭവം നേതുമേതത്വരാഷ്ട്രം. എന്റെ പ്രസ്ഥാനം ദൈനംദിനം 1 മണിക്കൂർ നേരം ഒരുമിച്ച് കൂടാൻ ആവശ്യപ്പെടുകയും ആ 1 മണിക്കൂർ നേരം കൊണ്ട് സമൂഹത്തിലെ ജനങ്ങളുടെ, അവരുടെ നാഡീസ്പന്ദനങ്ങളെ, അവരുടെ ഹൃദയവികാരങ്ങളെ, അവരുടെ വീക്ഷണങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആശയ ദൃഢത കൈവരിച്ചുകൊണ്ട് വളർത്തിയെടുത്തുകൊണ്ട് പരം വൈഭവം നേതും ഏതത് രാഷ്ട്രം, എന്റെ രാഷ്ട്രത്തിന്റെ പരമമായ വൈഭവം നേടിയെടുക്കാൻ കഴിയുക എന്നതാണ് ജീവിതം. ആ ജീവിതത്തിനിടയിൽ പ്രതിസന്ധികൾ വന്നുപെടും, സ്വാഭാവികമാണ്. അത് പലതരത്തിലാവാം. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, ഞാനിത് ആഗ്രഹിക്കുന്നുമില്ല. നേരത്തെ വത്സഞ്ചിയൊക്കെ സൂചിപ്പിച്ചതുപോലെ
വേദികളിലൊന്നിലും എനിക്ക് നേരിട്ട പ്രതിസന്ധിക്ക് കാരണക്കാരെ ശത്രുപക്ഷത്ത് നിർത്തി അങ്ങനെ ഉള്ള രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊരാഗ്രഹമില്ല. കാരണം നമ്മളത് ആരും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ അങ്ങനെ എന്നെ പോലെ മറ്റു പലരും ഇരിക്കുന്നുണ്ട്, പ്രതിനിധിയുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ഒന്നും മനസ്സിൽ എന്നാ പിന്നെ ശരി, ഇത്തരക്കാരോട് 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് ചിന്തിക്കുന്നവരെ അല്ല. മാധ്യമങ്ങൾ പലപ്പോഴും വന്ന് അല്പം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാറുണ്ട്. സദാനന്ദ മാഷ് എന്ന് പറയുമ്പോൾ അതിനൊപ്പം മറ്റു ചില കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യും. വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇന്നത് പറയണം എന്ന് കരുതി വന്നതല്ല. പക്ഷെ ഇവിടെ സംസാരിച്ച എൻ്റെ ബഹുമാന്യരായ ഗുരുനാഥന്മാര്, എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ പോലുള്ള ആളുകൾ, അവരൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കാലുഷ്യമുണ്ടാകരുത്. സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സമഭാവനയുടെയും ദർശിത്വത്തിന്റെയും ഉജ്ജ്വലമായ നിലപാടുകൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ഇത് എൻ്റെ ഒരു വെളിപാടല്ല, എൻ്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചുള്ളതാണ്. ആ സമദർശിത്വം, ആ സമഭാവന, ആ സഹവർത്തിത്വ ഭാവം, ആ സഹകരണാത്മകത നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് പ്രേരണയേകുന്ന അനേകം ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ച് പലരും ഇവിടെ സൂചിപ്പിച്ചു. വീരകേരളവർമ്മ പഴശ്ശിത്തമ്പുരാന്റെ സ്മരണ നിലനിർത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ നമുക്ക് വേണം. നമുക്കൊരു വിമാനത്താവളമുണ്ട്. ആ വിമാനത്താവളത്തിന് പഴശ്ശിത്തമ്പുരാന്റെ പേര് ചേർത്ത് വയ്ക്കണം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ആഗ്രഹമാണ്. ഈയിടെ ഇതുപോലെ അനേകം ആളുകളെ കാണുന്ന കൂട്ടത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞു, മാഷ് മുൻകൈ എടുത്തുകൊണ്ട് പഴശ്ശി രാജാവിന്റെ പേരിൽ ഒരു തീവണ്ടി ഓടണം നമ്മുടെ മലബാർ ഭാഗത്ത്. പഴശ്ശി എക്സ്പ്രസ് എന്നോ ആ പേര്. നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് വളരെ ശിശുപ്രായത്തിൽ തുടങ്ങിയ ഒരു സംരംഭമുണ്ട്, തലശ്ശേരി മൈസൂർ റെയിൽവേ. ഇപ്പോഴും മനസ്സിൽ അത് പതിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് മട്ടന്നൂരിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് പോലെ തന്നെ വന്നുകൂടാ? എന്തിനാണ് ഓണക്കാലത്തും മറ്റവധി ദിനങ്ങളിലും ഈ ബസ്സിൽ കുത്തിപ്പിടിച്ച് നമ്മൾ പോകുന്നത്? നമുക്കൊരു തീവണ്ടി ആയിക്കൂടെ? എൻ്റെ മനസ്സിലുണ്ട്. പലരും അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ ബിജു ഇവിടെ സൂചിപ്പിച്ചു, അനേകം കർഷകന്മാർ, അധ്വാനശേഷിയുള്ളവർ, പൊന്നു വിളയിക്കാൻ കഴിയുന്ന മണ്ണ് നമ്മുടെ മലബാറിന്റെ, കണ്ണൂരിന്റെ, മട്ടന്നൂരിന്റെ സവിശേഷതയാണ്. നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം സമൂഹത്തിന് സമർപ്പിച്ച അനേകം ആളുകളുണ്ട്. പഴശ്ശി തമ്പുരാൻ മുതൽ മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ മുതൽ നമ്മുടെ തദ്ദേശ ഭരണ സംവിധാനം അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിനെ നയിച്ച നമ്മുടെ മലിതായിലൊക്കെയുള്ള കെ വി കുഞ്ഞിരാമൻ നമ്പ്യാർ, അദ്ദേഹം ആ മഹാനുഭാവനെ പോലുള്ള ആളുകൾ, കാരയിലുള്ള നമ്മുടെ മുകുന്ദൻ മാഷെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ. അങ്ങനെ അനേകം ആളുകളുണ്ട്. എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട്, എല്ലാ മതങ്ങളിലും പെട്ടവരുണ്ട്. ഒരുപക്ഷെ അവർ മതാചാര്യന്മാരായിരിക്കാം, അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ മത പണ്ഡിതന്മാരായിരിക്കാം. അവരൊക്കെ നമ്മുടെ നാടിന്റെ നന്മ ആഗ്രഹിച്ച് നമുക്ക് മുന്നേ സഞ്ചരിച്ചു പോയവരാണ്. അത്തരക്കാരുടെയൊക്കെ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ്സു നമിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഇവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു മാധ്യമം എന്റെ കയ്യിലേക്ക് വന്നു പെട്ടു എന്നൊരാവേശത്തിലാണ് ഞാൻ. അപ്പൊ ശങ്കരാചാര്യരുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം വേണം, തീർച്ചയായിട്ടും വേണം. മട്ടന്നൂരിന്, കണ്ണൂരിന് അതിനുള്ള പ്രാപ്തിയുണ്ട്, അർഹതയുണ്ട്, കരുത്തുണ്ട്. നമുക്ക് കർഷകർക്ക് വിളവ് വേണ്ട രീതിയിൽ അതിന് വില കിട്ടാൻ, ജീവിതം സുരഭിതമാക്കാൻ കഴിയുന്ന സാഹചര്യം വേണം. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ള ലഭ്യത അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, വിദ്യാലയങ്ങൾ പുരോഗതി പ്രാപിക്കണം. അഭിമാനകരമായി മട്ടന്നൂരിൽ നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത്. ആ നിലയ്ക്ക് വിദ്യാഭ്യാസം മെച്ചപ്പെടണം.
കുടുംബ ജീവിതം സാംസ്കാര സമ്പന്നമായിരിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് കുടുംബങ്ങളിൽ കാലുഷ്യമുണ്ടാകാത്ത ഒരു സാഹചര്യം. കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും അച്ഛനും അമ്മയും മക്കളും മുത്തച്ഛനും വല്യച്ഛനും വല്യമ്മയും ഇളയച്ഛനും ആപ്പനും ഇളയനും അമ്മായിയും അമ്മാവനും എല്ലാവരും ചേർന്ന് സ്വർഗതുല്യമാകുന്ന കുടുംബ പശ്ചാത്തലം നമ്മുടെ നാട്ടിൽ വേണം. ഇത് സർക്കാർ ഒരു നിയമം പാസാക്കി നടത്തേണ്ടതല്ല, മറിച്ച് നാം ഓരോരുത്തരും അതിലേക്ക് ഉയരേണ്ടതാണ്. അങ്ങനെ ഉയരാൻ കഴിയണമെങ്കിൽ അതനുസരിച്ചുള്ള മനസ്സുകൾ രൂപപ്പെടണം. ആ മനസ്സ് രൂപപ്പെടാനുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണം നമ്മുടെ നാട്ടിൽ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അന്വേഷിക്കണം. കൂട്ടായ ഒരു പരിശ്രമമാണ്. നേരത്തെ വത്സൻജി സൂചിപ്പിച്ചതുപോലെ ഇപ്പോ സദാനന്ദ മാഷക്ക് MP എന്നുള്ള നിലയിൽ ഒരു താലത്തിൽ വെച്ച് തന്ന ഒരു പദവി എന്നേ ഞാൻ കാണുന്നില്ല, നിങ്ങളും കാണരുത്. നമ്മളെല്ലാവരും ചേർന്ന് എന്നിലൂടെ രാജ്യസഭയിൽ അല്ലെങ്കിൽ മറ്റ് കേന്ദ്രങ്ങളിൽ നമ്മുടെ ഈ ആഗ്രഹങ്ങളെല്ലാം ആവിഷ്കരിച്ച് നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അതാണ് പ്രിയപ്പെട്ടവരെ എൻ്റെയും സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരം നിങ്ങളിലൂടെയൊക്കെ സാധിക്കും. നേരത്തെ സാറെന്നോട് പറഞ്ഞു, പ്രസംഗത്തിൽ പറഞ്ഞത് മാത്രമല്ല എന്ന് സാറ് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ചിരിക്കാം. തീർച്ചയായിട്ടും നമുക്കിരിക്കണം. എല്ലാവർക്കും ഇരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും സൗകര്യത്തോടെ തന്നെ ഒരു MP ഓഫീസ് വേണം എന്ന് നിശ്ചയിച്ചു. കേവലം ഒരു ബോർഡ് വെച്ച് അങ്ങനെ പോകണം എന്ന അർത്ഥത്തിലല്ല. എല്ലാവർക്കും അവിടേക്ക് വരാൻ സാധിക്കുന്ന തരത്തിൽ, ആശയങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്ന തരത്തിൽ. എൻ്റെ ഇളയ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ് കൃഷ്ണകുമാർ. ആകാശവാണി എന്ന സങ്കേതത്തിൽ ഏറെക്കാലം പ്രവർത്തിച്ച് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു റേഡിയോ നിലയം നമുക്കായി പ്രവർത്തിപ്പിക്കുന്ന ഉജ്ജ്വല യുവത്വത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. എല്ലാവരും ഇതൊക്കെ അവരവർക്ക് കണ്ടറിഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ നെഞ്ചേറ്റുന്നു. എന്നിലൂടെ എൻ്റെ പ്രസ്ഥാനം, എൻ്റെ പ്രധാനമന്ത്രി ഇതെല്ലാം സാക്ഷാത്കരിക്കുന്ന തരത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ നിങ്ങളോട് പറയാൻ സാധിക്കൂ. ബാക്കി നമുക്ക് ഇനിയുള്ള നാളുകളിൽ 6 വർഷമുണ്ട് ഈ പറഞ്ഞതുപോലെ. അതിനിടയിൽ നമുക്ക് എന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കാനുള്ള കരുത്ത് എന്നെ ഞാനാക്കിയ എൻ്റെ പ്രസ്ഥാനത്തിനുണ്ട്. എല്ലാ പിന്തുണയും നൽകാൻ എൻ്റെ പ്രസ്ഥാനമുണ്ട്, അതിൻ്റെ കാര്യകർത്താക്കളുണ്ട്. ഈ സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അവരുടെ ബലത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അവരുടെ പിന്തുണയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമുക്കത് നിർവഹിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഏറ്റവും സുന്ദരമാക്കി തീർക്കണം എന്ന സ്വപ്നം തന്നെയാണ് ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളത്. അങ്ങനെ ഒരാൾ മാഷക്കൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന് വലിയ മാനങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിച്ചെടുത്ത് അതിനുവേണ്ടി നമ്മൾ ഓർമ്മിക്കേണ്ട എന്നല്ല, ഇന്ന് പറയാലോ, നേരത്തെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട 2 പ്രിയപ്പെട്ട സഹോദരന്മാർ, അവരുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. കാഞ്ഞിലേരിയിൽ ഉള്ള നമ്മുടെ തട്ടുപറമ്പ് ശശി എന്ന് പറയുന്ന നമ്മുടെ പ്രിയ സഹോദരൻ, അതുപോലെ ചാവശ്ശേരിയിൽ ഉത്തമേട്ടൻ്റെ പ്രിയപുത്രൻ രമിത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർദ്ധക്യ സഹജമായ അസുഖം മൂലം നിര്യാതനായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത സംഘചാലകായിരുന്ന PV മേനോൻ സാറ്, അങ്ങനെ അനേകം ആളുകൾ ബലിദാനികളായ ആളുകൾ, സ്വാഭാവിക മരണം പുലുകിയവർ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച തരത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അനേകം സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരൊക്കെ സഞ്ചരിച്ച വഴികൾ വേറെ ആയിരിക്കും. ആ വഴികളെക്കുറിച്ച് പരസ്പരം തർക്കിച്ച് നമ്മളിനി സമയം കളയാതെ അവരൊക്കെ മനസ്സിൽ സൂക്ഷിച്ച മഹത്തായ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു പ്രവർത്തന പന്ഥാവിൽ നമ്മൾ ഏർപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ആ സമൂഹത്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ എൻ്റെ മഹത്തായ പ്രസ്ഥാനം ഉണ്ടാകും.
ആ പ്രസ്ഥാനത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട് ജീവിത വീക്ഷണം രൂപപ്പെടുത്തിയ ഞാനുമുണ്ടാകും, എന്നോടൊപ്പം അനേകം കാര്യകർത്താക്കളും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനിപ്പോൾ അനുമോദന സഭ എന്ന് പറയണമോ സ്വീകരണം എന്ന് പറയണമോ, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇങ്ങനെയൊരു പരിപാടിയെക്കുറിച്ച് എൻ്റെ പ്രിയ സഹോദരൻ ബിജുവിനെയൊക്കെ ഞാൻ കൈപിടിച്ച് നടത്തിച്ച അനുഭവങ്ങളുണ്ട് മുൻകാലങ്ങളിൽ. മട്ടന്നൂരിൽ നമുക്ക് BJPയുടെ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു വേദി എന്നതിനേക്കാൾ എല്ലാവർക്കും വരാൻ കഴിയുന്ന, എല്ലാവർക്കും മനസ്സ് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു വേദി എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ഈ പരിപാടി നമ്മൾ തീരുമാനിച്ചത്. അത് സാധിക്കുകയും ചെയ്തു. അതിലങ്ങേയറ്റം കൃതാർത്ഥതയുണ്ട്. സ്വാഗത സംഘത്തിൻ്റെ 4 ദിവസം മുമ്പാണ് ഈ കാര്യക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. പ്രിയപ്പെട്ട സുരേഷ് ഗോപി കണ്ണൂരിലേക്ക് വരുന്നു, ഞാൻ വരാം മാഷെ എന്ന് അദ്ദേഹത്തിൻ്റെ സമ്മതം കിട്ടിയ ഉടനെ തന്നെ അടുത്ത ദിവസം തൊട്ട് നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മട്ടന്നൂരിലെ ഏറ്റവും ബഹുമാന്യരായ ആളുകളെ മുഴുവൻ സമീപിച്ചു. അവരെല്ലാവരും പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചു. ചിലരെങ്കിലും വിസമ്മതം മറ്റു പല കാരണങ്ങൾക്കുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. പക്ഷെ അവരുടെയൊക്കെ മനസ്സ് നമ്മോടൊപ്പമുണ്ട് എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സമഗ്രമായ ഒരു പൗര മുന്നേറ്റം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു സ്പിരിറ്റ്, ഈ ഒരു ആവേശം, ഈ ഒരു വികാരം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി വന്ന എല്ലാ കാര്യകർത്താക്കളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് അവരോട് സഹകരിച്ച സമൂഹത്തിലെ വിവിധങ്ങളായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിവൈശിഷ്ട്യത്തിന് ഉടമകളായ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്നു ചേർന്ന എല്ലാവരോടും നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഒരു നന്ദി പ്രകാശനം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനത് പറയണമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ തിരുമുറ്റത്ത്, ഈ വിദ്യാലയാങ്കണത്തിൽ, ഈ സരസ്വതി ക്ഷേത്രത്തിൽ, ഞാൻ അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. നമ്മൾ ഈ പരിപാടി എവിടെ വേണം എന്നിങ്ങനെ ആലോചനയിൽ വന്നപ്പോൾ മോഹൻദാസ് സാറ് എന്നെ വിളിച്ചു. എല്ലാവരും നിയോഗം പോലെയാണ്. വിശേഷം പങ്കുവെക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു. പിറ്റേ ദിവസം മാഷെ ഞാൻ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ വന്നു. രാവിലെ ഞങ്ങളുടെ നാട്ടുവർത്താനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പോകാൻ നേരത്ത് പറഞ്ഞു, മാഷെ ഇന്നലെ പറഞ്ഞ പരിപാടി സ്കൂളിൽ നടത്താം കേട്ടോ, നടത്തിക്കോളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. ഞങ്ങൾക്കത് അങ്ങേയറ്റം സന്തോഷമുള്ളൊരു കാര്യമായി. അപ്പോൾ ഏതായാലും ആ നിലയ്ക്ക് പ്രിയപ്പെട്ട മോഹൻദാസ് സാറിനോടും എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്, കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിലും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ സ്മരിക്കേണ്ട ഒരു പേര് കൂടിയാണ് ബാലൻ മാഷ്. ദീർഘകാലം നമ്മുടെ മട്ടന്നൂർ മഹാക്ഷേത്രത്തിൻ്റെ സാരഥിയായി നമ്മോടൊപ്പം ജീവിച്ച ഗാന്ധിയനായ ലാളിത്യത്തിൻ്റെ, പ്രൗഢിയുടെ, ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായ പ്രിയപ്പെട്ട ബാലമാഷിന്റെ മകനാണ് മോഹൻദാസ്. അപ്പം അങ്ങനെയുള്ള സ്മരണകളൊക്കെ തത്തിക്കളിക്കുന്ന ഒരിടമാണ് ഈ സ്ഥലം. പഴശ്ശിത്തമ്പുരാൻ്റെ നേരത്തെ പറഞ്ഞ മഹത്വക്കളുടെ ആ സ്മരണകളൊക്കെ നമുക്ക് ഭാവിയിൽ കരുത്തായി മാറും എന്നുകൂടിയുള്ള പ്രതീക്ഷ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. വന്ദേ മാതരം.